ദേശീയപാത 66ന്റെ വികസനത്തിന്റെ ഭാഗമായി കൂടുതൽ മാറ്റങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴയിലെ കൊമ്മാടിയിൽ നിന്നാണ് ഇന്നത്തെ സഞ്ചാരം തുടങ്ങുന്നത്. ആലപ്പുഴ ബൈപ്പാസിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ നടക്കുന്ന 6 വരിപ്പാത വികസനത്തിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അടുത്തറിയുക. നമസ്കാരം സുഹൃത്തുക്കളെ, മലബാർ മൈൽസിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ദേശീയപാതകളിലൊന്നാണ് ആലപ്പുഴ ബൈപ്പാസ്. ഇന്ത്യയിലെ ആദ്യത്തെ എലിവേറ്റഡ് ബീച്ച് ഹൈവേ എന്ന പ്രത്യേകത ഈ റോഡിനാണ്. ഏകദേശം 6.8 കിലോമീറ്റർ നീളമുള്ള ഈ ബൈപ്പാസ് ആലപ്പുഴ നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാനാണ് നിർമ്മിച്ചത്. ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് നഗരവും. അതിനിടയിലൂടെ നീളുന്ന ഈ റോഡാണ് ഇതിനെ രാജ്യത്തെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ ദേശീയപാതകളിലൊന്നാക്കി മാറ്റുന്നത്. പക്ഷേ ഈ ബൈപ്പാസ് ഒരു ദിവസം കൊണ്ട് യാഥാർത്ഥ്യമായതല്ല. 1980കളിൽ ആരംഭിച്ച പദ്ധതി ഭൂമിയേറ്റെടുപ്പും സാമ്പത്തിക വെല്ലുവിളികളും വിവിധ അനുമതികളും കാരണം വർഷങ്ങളോളം നീണ്ടുപോയി. ഏകദേശം 4 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷം 2021 ജനുവരി 28-നാണ് ഈ ബൈപ്പാസ് ജനങ്ങൾക്കായി തുറന്നു നൽകിയത്. ഇന്ന് ദേശീയപാത 66നെ 6 വരിപ്പാതയാക്കി വികസിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി നിലവിലുള്ള ബൈപ്പാസിന് സമാന്തരമായി മറ്റൊരു എലിവേറ്റഡ് പാലം നിർമ്മാണത്തിലാണ്. ഈ റീച്ചിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് KCC ബിൽകോൺ കമ്പനിയാണ്. കുറച്ചു വർഷങ്ങൾക്കകം ഇന്ന് നമ്മൾ കാണുന്ന ഈ കാഴ്ച പൂർണ്ണമായും മാറും. റെയിൽവേക്ക് മുകളിലൂടെ പുതിയ പാലം നിർമ്മിക്കുന്നത് അത്ര എളുപ്പമല്ല. ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെടുത്താതെ വേണം ഈ പണികൾ തീർക്കാൻ. സുരക്ഷ മുൻനിർത്തി കടുത്ത നിബന്ധനകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം ഭാഗങ്ങളിൽ വളരെ സൂക്ഷ്മമായാണ് നിർമ്മാണം മുന്നോട്ടു പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആലപ്പുഴ ബൈപ്പാസിന്റെ തെക്കേ അറ്റമായ കളർകോട് ജംഗ്ഷനിലേക്കാണ് എത്തുന്നത്. ഇപ്പോൾ കാണുന്ന ഈ ഭാഗം വരുന്ന വർഷങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സർവീസ് റോഡുകളും പുതിയ കണക്ഷനുകളും ഗതാഗത ക്രമീകരണങ്ങളുമെല്ലാം ഘട്ടം ഘട്ടമായി രൂപം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വഴിയിലൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് ഓരോ മാസവും പുതിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഈ ഭാഗത്തെ അണ്ടർപാസിന് തൊട്ടുമുമ്പായി ഇപ്പോൾ KCC ബിൽകോൺ മണ്ണ് പരിശോധന നടത്തുന്നുണ്ട്. ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ ഇവിടെ ചിലപ്പോൾ അണ്ടർപാസ് നീട്ടുകയോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഫ്ലൈ ഓവർ കൂടി വരാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഈ ഭാഗത്തെ പണികൾ ഇപ്പോൾ വളരെ സ്ലോ ആണ്. ബൈപ്പാസിൽ നിന്നുള്ള പാതയും ആലപ്പുഴ ടൗണിൽ നിന്നുള്ള റോഡും പരസ്പരം സംഗമിക്കുന്ന കളർകോട് ഭാഗമാണിത്. ഇവിടെ എത്തിയാൽ ഈ റോഡിന്റെ സ്വഭാവം തന്നെ മാറുന്നു. വിവിധ ദിശകളിൽ നിന്നുള്ള വാഹനങ്ങൾ ഒരേ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിനാൽ ഡ്രൈവിംഗ് അല്പം സങ്കീർണമാണ്. അതുകൊണ്ട് ഈ ജംഗ്ഷനിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതാണ് നല്ലത്. പ്രധാന റോഡ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടങ്ങൾ പല ഭാഗങ്ങളിലും പൂർത്തിയായിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ടാറിംഗ് ജോലികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുന്നിലുള്ള പ്രധാന ജോലികൾ സർവീസ് റോഡുകളും ക്രാഷ് ബാരിയറുകളും അവസാനഘട്ട ഫിനിഷിംഗ് പ്രവർത്തനങ്ങളുമാണ്. ആലപ്പുഴ ബൈപ്പാസിനെ പുതിയ 6 വരിപ്പാതയുമായി സുഗമമായി ബന്ധിപ്പിക്കുന്നതിൽ ഈ ഭാഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റീച്ചിലെ ഓരോ ഘട്ട നിർമ്മാണവും ദേശീയപാത 66ന്റെ ഭാവി ഗതാഗത സംവിധാനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നതാണ്. കളർകോട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സർവീസ് റോഡിലൂടെയാണ് മുന്നോട്ടു പോകുന്നത്. ഇതിന് തൊട്ടുമുന്നിലായി കാണുന്നതാണ് പുന്നപ്ര നോർത്ത് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന പറവൂർ അണ്ടർപാസ്. ഇവിടെ KCC ബിൽകോൺ ഏറ്റെടുത്തിരിക്കുന്ന റീച്ച് ഈ പറവൂർ വരെയാണ്. എന്നാൽ പറവൂർ കഴിഞ്ഞുള്ള ഇങ്ങോട്ടുള്ള ഭാഗം, അതായത് ഈ പുന്നപ്രയും ഇനി വരാൻ പോകുന്ന അമ്പലപ്പുഴയുമൊക്കെ വിശ്വസമുദ്ര കമ്പനിയുടെ റീച്ചിലാണ് വരുന്നത്. പറവൂർ അണ്ടർപാസ് പിന്നിട്ട് നമ്മൾ തെക്കോട്ട് പോകുമ്പോൾ പുന്നപ്ര റീച്ചിൽ കാണുന്ന മറ്റൊരു പ്രധാന നിർമ്മിതിയാണ് കപ്പക്കട അണ്ടർപാസ്. പുന്നപ്ര നോർത്തിലെ കപ്പക്കട അരവുകാട് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ ഘടനയ്ക്ക് പ്രാദേശിക ഗതാഗതത്തിൽ വലിയൊരു പങ്കുണ്ട്. തീരദേശ മേഖലയിൽ നിന്നുള്ള ആളുകൾക്കും കപ്പക്കട കരിമ്പാവളവ് റോഡ് പോലുള്ള പോക്കറ്റ് റോഡുകളിൽ നിന്നുള്ള വാഹനങ്ങൾക്കും ഹൈവേയിലെ അതിവേഗ ട്രാഫിക്കിലേക്ക് കയറാതെ തന്നെ സുരക്ഷിതമായി കിഴക്ക് പടിഞ്ഞാറ് വശങ്ങളിലേക്ക് ക്രോസ് ചെയ്യാൻ ഈ അണ്ടർപാസ് സഹായിക്കുന്നു. കപ്പക്കട അണ്ടർപാസും പിന്നിട്ട് നമ്മളിപ്പോൾ മുന്നോട്ടു പോകുന്നത് പുന്നപ്രയുടെ ഹൃദയഭാഗത്തേക്കാണ്. കേവലം ഒരു സാധാരണ പ്രദേശം മാത്രമല്ല നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. കേരള ചരിത്രത്തിൽ ചോരയൊഴുക്കിയ വിപ്ലവ സ്മരണകളുള്ള മണ്ണാണിത്. 1946 ഒക്ടോബറിൽ സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപനത്തിനും ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണത്തിനുമെതിരെ തൊഴിലാളികൾ ആയുധമെടുത്ത് പോരാടിയ ചരിത്രപ്രസിദ്ധമായ പുന്നപ്ര വയലാർ സമരത്തിന്റെ പ്രധാന കേന്ദ്രം ഇവിടെയായിരുന്നു.
ഇവിടെ നിലവിൽ പണികൾ വളരെ സ്ലോയാണ്. കപ്പക്കട അണ്ടർപാസ് ഭാഗത്ത് കുറച്ച് ടാറിംഗ് പണി തുടങ്ങിയതൊഴിച്ചാൽ പുന്നപ്ര മണ്ടാനം ഭാഗങ്ങളിലൊന്നും ഇപ്പോൾ വലിയ അനക്കമൊന്നും കാണാനില്ല. ഈ ഭാഗത്ത് 6 വരിപ്പാതയ്ക്കായുള്ള ആറിവോൾ പണിയാൻ ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലത്ത് മുൻപ് പെയ്ത കനത്ത മഴയുടെ വെള്ളം ഇപ്പോഴും വറ്റാതെ കെട്ടിക്കിടപ്പുണ്ട്. ആലപ്പുഴ ബൈപ്പാസ് മുതൽ പുന്നപ്ര വരെയുള്ള ഭാഗങ്ങളിൽ പണികൾ നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നുണ്ട്. ഫ്ലൈ ഓവറുകളും സർവീസ് റോഡുകളും ഒക്കെ വേഗത്തിൽ രൂപപ്പെടുന്നത് നമ്മൾ കണ്ടു. എന്നാൽ പുന്നപ്ര കഴിഞ്ഞാൽ കഥ മാറും. അങ്ങോട്ട് വലിയ വലിയ മെഷീനുകളോ പറയത്തക്ക രീതിയിലുള്ള റോഡ് നിർമ്മാണമോ ഒന്നും കാണാനില്ല. എന്തുകൊണ്ടാണ് പുന്നപ്ര മുതൽ അമ്പലപ്പുഴ വരെയുള്ള ഭാഗങ്ങളിൽ പണികൾ പെട്ടെന്ന് ഇത്രയും മന്ദഗതിയിലായത്? ഇതിന് പിന്നിൽ കൃത്യമായ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഇവിടുത്തെ പണികൾ തടസ്സപ്പെടാൻ പ്രധാനമായും 5 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേത് യൂട്ടിലിറ്റി മാറ്റുന്നതിലെ താമസം, യൂട്ടിലിറ്റി റിലൊക്കേഷൻ. പുന്നപ്ര അമ്പലപ്പുഴ ഭാഗങ്ങളിൽ ഹൈവേക്ക് സമാന്തരമായി കേരള വാട്ടർ അതോറിറ്റിയുടെ KWA പ്രധാന കുടിവെള്ള പൈപ്പ് ലൈനുകൾ കടന്നുപോകുന്നുണ്ട്. ഇത് മാറ്റിസ്ഥാപിക്കുന്നതിലെ അലൈൻമെന്റ് പ്രശ്നങ്ങളും അനുമതി വൈകുന്നതുമാണ് സ്ട്രക്ചറൽ പണികൾ പൂർണ്ണമായും നിർത്തിവെക്കാൻ ഇടയാക്കിയത്. രണ്ടാമത്തെ വലിയ വിഷയം നിർമ്മാണത്തിലെ ചില പാളിച്ചകളാണ്, സ്ട്രക്ചറൽ ക്വാളിറ്റി ഇഷ്യൂസ്. ഈയടുത്ത് പുന്നപ്ര പറവൂർ ജംഗ്ഷനിലെ ഫ്ലൈ ഓവർ നിർമ്മാണത്തിനിടയിൽ 100 മീറ്ററോളം ഭാഗത്ത് ചില വിള്ളലുകൾ, സ്ട്രക്ചറൽ ക്രാക്സ് കണ്ടെത്തുകയുണ്ടായി. ഇതോടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി തുടർ നിർമ്മാണങ്ങൾ അധികൃതർ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. മൂന്നാമതായി പ്രാദേശികമായ പ്രതിഷേധങ്ങളും ആവശ്യങ്ങളും, ലോക്കൽ പ്രൊട്ടസ്റ്റ്സ്. 6 വരിപ്പാത വരുമ്പോൾ പ്രാദേശിക ജനവിഭാഗങ്ങൾ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ കൂടുതൽ അടിപ്പാതകളും വെഹിക്കുലർ അണ്ടർപാസസ്, ഫുട് ഓവർ ബ്രിഡ്ജുകളും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിനായി ഡിസൈനുകൾ മാറ്റി NHAIയുടെ അപ്രൂവലിനായി കാത്തിരിക്കുന്നതും വേഗത കുറയ്ക്കുന്നു. നാലാമത്തേത് മണ്ണ് പരിശോധന കർശനമാക്കിയത്, ജിയോ ടെക്നിക്കൽ ടെസ്റ്റിംഗ്. തീരദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുള്ളതും അയഞ്ഞതുമായ മണ്ണാണുള്ളത്, ലൂസ് സോയിൽ. മുൻപ് മറ്റ് ഭാഗങ്ങളിലുണ്ടായ ഇടിവുകൾ കണക്കിലെടുത്ത് ഇവിടെ കർശനമായ മണ്ണ് പരിശോധനകൾക്ക് ശേഷമേ ഓരോ ഘട്ടവും മുന്നോട്ട് കൊണ്ടുപോകാൻ NHAI അനുവദിക്കുന്നുള്ളൂ. ഇതിനൊക്കെ പുറമെയാണ് വെള്ളക്കെട്ടും കാലവർഷവും, മോൺസൂൺ വോസ്. താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ചെറിയൊരു മഴ പെയ്താൽ പോലും ഇവിടെ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകും. ടാറിങ്ങും മണ്ണുമാറ്റലുമെല്ലാം ഈ സമയങ്ങളിൽ പൂർണ്ണമായി നിർത്തേണ്ടി വരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വണ്ടാനം അമ്പലപ്പുഴ റീച്ചിലേക്കാണ്. വളരെ വിചിത്രമായ ഒരു ഭൂപ്രകൃതിയാണ് ഈ ഭാഗത്തിനുള്ളത്. നമ്മുടെ വലതുവശത്ത് അറബിക്കടലിന്റെ തീരവും ഇടതുവശത്ത് കുട്ടനാടൻ പാടശേഖരങ്ങളിലേക്കും കായലുകളിലേക്കും ഇറങ്ങുന്ന താഴ്ന്ന പ്രദേശങ്ങളുമാണ്. ഈ ചതുപ്പ് നിലങ്ങളിൽ റോഡ് ഉറപ്പിച്ചു നിർത്താൻ വലിയ എഞ്ചിനീയറിംഗ് വിദ്യകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സാധാരണ അടിത്തറ കൊടുത്താൽ താഴ്ന്നുപോകുന്ന മണ്ണായതുകൊണ്ട് ഭൂമിയുടെ അടിയിലെ പാറക്കുട്ടം വരെ തുരന്നിറക്കുന്ന ബോർഡ് കാസ്റ്റ് ഇൻ സിറ്റു കോൺക്രീറ്റ് പൈലുകൾ, ബോർഡ് കാസ്റ്റ് ഇൻ സിറ്റു പൈൽസ് ഉപയോഗിച്ചാണ് ഇവിടുത്തെ പാലങ്ങൾ നിർമ്മിക്കുന്നത്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ റോഡ് നല്ല ഉയരത്തിലാണ് നിർമ്മിക്കുന്നത്. ഇതിനായി അഡ്വാൻസ്ഡ് ജിയോ ടെക്സ്റ്റൈൽ ഷീറ്റുകളും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ പണികൾ ഏറെക്കുറെ തീർന്നെങ്കിലും തെക്കൻ കേരളത്തിലെ ഈ ഭാഗങ്ങളിൽ നമ്മൾ കണ്ട ഇത്തരം പ്രതിസന്ധികൾ കാരണമാണ് പണി നീണ്ടുപോകുന്നത്. പതുക്കെയാണെങ്കിലും നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അമ്പലപ്പുഴയിലാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ പുണ്യവും കുഞ്ചൻ നമ്പ്യാരുടെയും തുള്ളൽ പ്രസ്ഥാനത്തിന്റെയും പാരമ്പര്യവുമുള്ള ഈ ചരിത്രഭൂമിയിലേക്ക് നാളെ ഈ 6 വരിപ്പാത പൂർണ്ണമായി എത്തുമ്പോൾ ഗതാഗത രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. പഴയ 2 വരി പാലത്തിന് തൊട്ട് സമാന്തരമായി പാരലൽ തന്നെയാണ് പുതിയ 6 വരിപ്പാതയ്ക്കുള്ള കൂറ്റൻ പാലം ഇവിടെ ഉയരുന്നത്. എറണാകുളം കായംകുളം കോസ്റ്റൽ റെയിൽവേ ട്രാക്കുകൾക്ക് മുകളിലൂടെ ഏകദേശം 600 മുതൽ 800 മീറ്റർ വരെ നീളത്തിലാണ് ഈ കോൺക്രീറ്റ് സ്റ്റീൽ മേൽപ്പാലം വരുന്നത്. എന്നാൽ ഈ പാലവും കടന്ന് നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ കാഴ്ചകൾ വീണ്ടും മാറുകയാണ്. പാലം കഴിഞ്ഞുള്ള ഭാഗങ്ങളിലും പണികൾ വളരെ മന്ദഗതിയിലാണ് നീങ്ങുന്നത്. റോഡിന്റെ വശങ്ങളിലായി നിർമ്മാണത്തിനെത്തിച്ചിരിക്കുന്ന ഭീമാകാരമായ ഗേഡറുകൾ നിങ്ങൾക്കിവിടെ കാണാം. റോഡിന് നടുവിലായി പകുതി മാത്രം പണിതുയർത്തിയ കോൺക്രീറ്റ് തൂണുകളും ചിലയിടങ്ങളിൽ അടിത്തറ മാത്രം പാകിയ വളരെ ബേസിക്കായ പണികളും മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ നിന്ന് വീണ്ടും മുന്നോട്ടു പോകുന്തോറും പറയത്തക്ക രീതിയിലുള്ള യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും കാണാനില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രധാന പ്രതിസന്ധികൾ തന്നെയാണ് പാലം കഴിഞ്ഞുള്ള ഈ റീച്ചിലും പണികൾ ഇത്രയും സ്ലോ ആകാൻ കാരണം. എങ്കിലും വരും മാസങ്ങളിൽ ഈ പ്രതിസന്ധികളെല്ലാം പരിഹരിച്ച് പണികൾ കൂടുതൽ വേഗത്തിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കായംകുളം മുതൽ ഹരിപ്പാട് വരെയുള്ള ദേശീയപാത 66ന്റെ നിർണായകമായ പണികൾ കണ്ടിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. ഒരു കാലത്ത് ചരിത്രം എഴുതപ്പെട്ട ഈ മണ്ണിൽ ഇന്ന് വികസനത്തിന്റെ മറ്റൊരു അധ്യായം കൂടി എഴുതപ്പെടുകയാണ്. ദേശീയപാത 66ന്റെ ഈ മാറ്റങ്ങൾ പൂർത്തിയാകുമ്പോൾ ഈ പ്രദേശത്തിന്റെ മുഖഛായയും യാത്രയുടെ അനുഭവവും മാറിയേക്കാം. ആ മാറ്റത്തിന്റെ തുടക്കത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ ഈ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും നിങ്ങളുടെ അഭിപ്രായവും കമന്റായി അറിയിക്കാൻ മറക്കരുത്. ഇനിയും മലബാർ മൈൽസ് കുടുംബത്തിന്റെ ഭാഗമായിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അമർത്തുക. നന്ദി, നമസ്കാരം.